ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവവചനം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ വാക്യം 24, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ദൈവം നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, കർത്താവ് നിന്നെ വിളിക്കുമ്പോൾ അവിടുന്ന് നല്ലൊരു ഓഫറല്ല നിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ അർത്ഥം അറിയുമ്പോൾ, സഹനത്തിൻ്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയുവാനായിട്ട് പ്രേരണ തോന്നും. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ പരിത്യജിച്ചുകൊണ്ട് സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അനേകർ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾ ഒരെണ്ണം തീരുമ്പോഴേക്കും മറ്റൊന്ന് വരുന്നത്? ഈ വേദനകളിലേക്ക് നോക്കി നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുരിശ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അനേകരെ സംബന്ധിച്ച് കുരിശ് എന്ന് പറയുന്നത് പലരുടെയും പ്രാർത്ഥന പോലും, എൻ്റെ ദൈവമേ ഈ കുരിശൊന്ന് എടുത്തു മാറ്റണമേ എന്നുള്ളതാണ് പലരുടെയും പ്രാർത്ഥന. റോമിൽ ഏതെങ്കിലും ഒരു തെരുവിൽ കുരിശ് നാട്ടപ്പെടുമ്പോൾ അതുവഴി ജനം യാത്ര ചെയ്യാനായിട്ട് മടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം എന്താ? കുരിശു മരണം ശാപത്തിൻ്റെ മരണമാണ്. ഒരുവൻ ശാപത്തിൻ്റെ മരണം പേറി ശപിക്കപ്പെട്ടവനായിട്ട് കുരിശിൽ കിടക്കുന്നത് കാണുമ്പോൾ അതുവഴി പോകുകയില്ല. മാത്രമല്ല, അമ്മമാർ മക്കളെ ഉപദേശിക്കും, മക്കളെ നിങ്ങൾ അതുവഴി പോകരുത്, അതുവഴി പോകുമ്പോൾ കണ്ണ് പൊത്തിപ്പിടിക്കണം. എന്തുകൊണ്ടാ? കുരിശ് അത്രയ്ക്ക് ശാപത്തിൻ്റെ ചിഹ്നമായിരുന്ന ഒരു കാലത്തിൽ യേശു ക്രിസ്തു കുരിശിലൂടെയാണ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കുരിശു മരണം സ്വീകരിക്കുമ്പോൾ അത് ശാപത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ അവിടുന്ന് രക്ഷയുടെ അടയാളമാക്കി മാറ്റി. ഇന്ന് നമ്മെ സംബന്ധിച്ച് നാം കുരിശ് വരയ്ക്കുന്നവരാണെങ്കിൽ, കഴുത്തിൽ കുരിശ്, നമ്മുടെ കഴുത്തിൽ നമ്മൾ കുരിശ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, ക്രൂശിതനെ നമ്മൾ വണങ്ങുന്നുണ്ടെങ്കിൽ, നമ്മെ സംബന്ധിച്ച് ഇന്ന് കുരിശ് എന്നത് അപമാനത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ചിഹ്നമല്ല, മറിച്ച് രക്ഷയുടെ അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ കുരിശിൻ്റെ പിന്നിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് കുരിശിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം? കുരിശിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് രക്ഷയാണ്. കുരിശിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് വിടുതലാണ്. വിശുദ്ധ പത്രോസ് ലീഗ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, ശോധനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകാൻ സാധിക്കുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുപറ്റുവാനുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വേദനകളെ നമ്മൾ ഇനിയും ഒരു ശാപമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നമ്മെ രക്ഷിക്കുവാൻ ഒരുവൻ ക്രൂശിൽ മരിച്ചു, നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ ശാപത്തിൻ്റെ ചിഹ്നമായ കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റി.
നാളുകളായിട്ട് ഭവനങ്ങളിൽ വേദന സഹിക്കുന്ന അനേകരുണ്ട്. നാളുകളായിട്ട് ചില പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ മൂലം അസ്വസ്ഥരാകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ വേദനകളുടെ പിന്നിൽ രക്ഷ എന്ന് പറയുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ വേദനയിലേക്ക് നോക്കുമ്പോൾ ക്രൂശിതനിലേക്ക് നോക്കുവാൻ കൂടി നമുക്ക് സാധിക്കട്ടെ. കുരിശു മരണത്തിലൂടെ ഈശോ നൽകിയത് രക്ഷയാണെങ്കിൽ നിന്റെ സഹനവും രക്ഷാകരമാണ്. അതിനെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ വാക്യം 20 ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. എൻ്റെ പ്രിയപ്പെട്ട മകനെ, വചനം എന്താ പറയുന്നത്? കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ആ വേദനയുടെ നടുവിൽ പോലും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ആ സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇതാണ് വഴി, ഇതിലേ പോവുക. സത്യം പറഞ്ഞാൽ സഹനത്തിൻ്റെ കാരണങ്ങളിലേക്ക് നോക്കരുത്, സഹനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നോക്കരുത്. സഹനത്തിൻ്റെ തീവ്രതയിലും നിന്നോട് സംസാരിക്കുന്ന ദൈവസ്വരത്തിന് കാതോർക്കുകയാണെങ്കിൽ സഹനങ്ങൾ ഒരിക്കൽ പോലും നിന്നെ തളർത്തുകയില്ല, വേദനകൾ ഒരിക്കൽ പോലും നിന്നെ വിഷമിപ്പിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ പലപ്പോഴും ഭാരപ്പെടുത്തുന്നത്? യേശു പോലും കുരിശുമരണം സ്വീകരിച്ചത് മനുഷ്യരായ നമ്മളിൽ നിന്നല്ല. യേശു ക്രിസ്തു കുരിശുമരണം സ്വീകരിച്ചത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗെത്സമനിൽ അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. വേദനയുടെ നടുവിലൂടെ പോകുമ്പോൾ എൻ്റെ വേദന മാറ്റിത്തരണമേ ദൈവമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിൻ്റെ ഇഷ്ടം മുൻനിർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന് ശ്രവിക്കാൻ സാധിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ചുരുക്കി പറയുകയാണെങ്കിൽ സഹനങ്ങളുടെ നടുവിൽ പോലും ദൈവസ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വേദനകൾ മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും, നമ്മുടെ അസ്വസ്ഥതകൾ മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 35-36 വാക്യങ്ങൾ: നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ സഹനശക്തി നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. എന്താ വചനം പറയുന്നത്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നമ്മുടെ മുന്നിൽ ഏത് പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും, പക്ഷെ ആത്മധൈര്യം നഷ്ടപ്പെട്ടാലോ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിന്റെ ജീവിതം ഒരു യാത്രയാ. എവിടെയെങ്കിലും പ്രതിസന്ധി കൊണ്ട് പകച്ചു നിൽക്കുവാനുള്ള വിളിയല്ല നിന്റെ മുന്നിലുള്ളത്. എന്തും വന്നുകൊള്ളട്ടെ, മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കും. എന്നാൽ നിന്റെ ആത്മധൈര്യം നഷ്ടപ്പെട്ടാലോ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് വചനം എന്താ പറയുന്നത്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു, വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഒരിക്കലൊരു സംഗീതജ്ഞൻ താൻ ഗിറ്റാർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ അദ്ദേഹം ഗിറ്റാർ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ സ്ട്രിങ്സ് പൊട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, താളം തെറ്റുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറിയില്ല. ഓരോ സ്ട്രിങ്സും പൊട്ടി താഴെ വീഴുമ്പോഴും ആ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ അവസാനം ഒറ്റ സ്ട്രിങ്സ് കൊണ്ടും അവൻ ആ ഗിറ്റാർ വായന പൂർത്തിയാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആത്മധൈര്യമുണ്ടോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് എന്ത് വേണമെന്നാണ് വചനം പറയുന്നത്? സഹനശക്തി വേണം, സഹനശക്തി വേണം. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു കൃപയാ. അനേകരുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബജീവിതത്തിൽ പോലും വിവാഹമോചനങ്ങൾ നടക്കുന്നതിന് കാരണം എന്താ? പണ്ടത്തെ അമ്മമാരൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം എന്താ?
സഹിക്കുവാനുള്ള ഒരു കൃപ ദൈവത്തിൽ നിന്ന് അവർ സ്വന്തമാക്കി. ഇന്ന് ഒരല്പം പോലും സഹിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു വേദന മതി, ഉടനെ തന്നെ നമ്മൾ മറ്റൊരു വഴി അന്വേഷിച്ച് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണെന്ന് അബ്രഹാത്തിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ മണൽത്തരികളെ പോലെ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. എന്നിട്ട് ആ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി അബ്രഹാം എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു? തനിക്ക് 100 വയസ്സാകുന്നത് വരെ അബ്രഹാം കാത്തിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിനക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നുവെന്ന്. ജോസഫ് ഒരു വലിയ സ്വപ്നം കണ്ടു. തൻ്റെ പിതാവും ജ്യേഷ്ഠന്മാരും സഹോദരങ്ങളുമെല്ലാം തന്നെ താണുവണങ്ങുന്ന സ്വപ്നം. എന്നാൽ അവൻ ആ സ്വപ്നത്തിലൂടെ കടന്നു പോകുവാൻ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് സഹിക്കുവാൻ മനസ്സുണ്ടോ? രക്ഷപ്പെടുവാനായിട്ട് അവസരമുണ്ട്. അതുകൊണ്ട് സഹനത്തിൻ്റെ മുന്നിൽ സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള വിളിയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സഹനങ്ങളുടെ മുന്നിലും പ്രതിസന്ധികളുടെ മുന്നിലും ദൈവത്തോട് ചേർന്ന് ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വാക്യം 4, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടത നമ്മളെ എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? കഷ്ടത നമ്മളെ സഹനശീലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സഹനശീലം നമ്മളെ ആത്മധൈര്യത്തിലേക്ക് നയിക്കുന്നു. ആത്മധൈര്യം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആത്മധൈര്യം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ഏത് കഷ്ടതയിലാണെങ്കിലും പ്രിയ സ്നേഹിത, നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിനക്ക് ആത്മധൈര്യമുണ്ടോ? നിനക്ക് പ്രത്യാശയുണ്ടോ? മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പലരും തകർന്നു വീഴുന്നതിൻ്റെ കാരണം എന്താ? ഒരു ചെറിയ ഞെരുക്കം മതി അവർ നിരാശയുടെ വലിയ പരാജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴുതി വീഴുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യാശയുണ്ടെങ്കിൽ ഒരുപാട് സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാ വിശുദ്ധ പൗലോസ്. 2 കൊറിന്തോസ് 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് 1-2 വാക്യങ്ങൾ. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും നിലനിൽക്കുന്നതുമായ ഒരു ഭവനം, സ്വർഗീയ ഭവനമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. എന്താ പൗലോസ് പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വസിക്കുന്ന ഈ ഭവനം ഒരുപക്ഷെ തകർന്നു വീഴാം. ഞങ്ങളുടെ ഭവനം നശിച്ചു പോയാലും ഒരിക്കലും നശിക്കാത്ത, കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത, ശാശ്വതമായ, നിലനിൽക്കുന്ന ഒരു നിത്യമായ സ്വർഗീയ വസതി ഞങ്ങൾക്ക് ഉണ്ട്. അത് ധരിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണെന്ന്. ഈ സ്വർഗീയ വസതിയെക്കുറിച്ച് സ്വപ്നമുള്ളത് കൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിൽ പോലും സ്തോത്രധ്വനി മുഴക്കുവാനായിട്ട് വിശുദ്ധ പൗലോസിന് സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോഴും മനസ്സിലാക്കുക, ഈ വേദന കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഈ വേദനയ്ക്കപ്പുറം ഒരു ഉദ്ധാനം നിന്റെ ജീവിതത്തിലുണ്ട്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതമായ ഒരു നിത്യവസതി ധരിക്കുവാൻ വിശുദ്ധ പൗലോസിന്റെ ഹൃദയം വെമ്പൽ കൊണ്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ വസതി ധരിക്കുവാനുള്ള ഒരു തീവ്രത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഒരു വേദന കൊണ്ട് അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. യേശു നിനക്ക് വലിയൊരു സ്വപ്നം നൽകിയിട്ടുണ്ട്. സ്വപ്നം എന്താ? സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം. അതൊരു സ്വപ്നമല്ല, അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ ജീവിതം എടുക്കാം. സ്റ്റീഫൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ കോപാക്രാന്തരായി കല്ലെടുത്ത് സ്റ്റെഫാനോസിന്റെ നേരെ പാഞ്ഞു വരുമ്പോൾ ആ കല്ല് കണ്ട് സ്റ്റെഫാനോസ് ഭയപ്പെട്ടില്ല. കോപിക്കുന്നവരുടെ മുഖം കണ്ട് സ്റ്റെഫാനോസ് ഭയപ്പെട്ടില്ല. പിന്നെ എന്താ വചനം പറയുന്നത്? അവൻ്റെ മുഖം ഒരു ദൂതനെ പോലെ പ്രകാശിച്ചെന്ന്. കാരണം എന്താ? തന്നെ എറിയാൻ വന്ന വ്യക്തികളിലേക്കോ അവരുടെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ വലിപ്പത്തിലേക്കോ അല്ല സ്റ്റീഫൻ നോക്കിയത്. മറിച്ച് അവൻ സ്വർഗത്തിലേക്ക് നോക്കി. കണ്ടതെന്താ? തന്നെ സ്വീകരിക്കുവാനായിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്ന ആ സ്വർഗീയ ദർശനം കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കല്ലുകൾ വന്ന് ദേഹത്ത് വീഴുമ്പോഴും അവൻ്റെ മുഖം ഒരു ദൂതനെ പോലെ പ്രകാശിച്ചു എന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. വേദനകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പലരുടെയും ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണം. വേദനകളിലേക്കല്ല നോക്കേണ്ടത്,
പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്. വേദനയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നോക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ തലേ രാത്രി 1 കുറയെ 40 അടി കൊണ്ടു. 40 അടി ചാട്ട കൊണ്ട് ദേഹത്ത് മുഴുവൻ അടിയുടെ തിണർപ്പുകളും പാടുകളും നിറഞ്ഞിരിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇന്നലെ കൊണ്ട ചാട്ടയുടെ അടിയുടെ തിണർപ്പിൽ നിന്ന് ചറമൊലിക്കുന്നുണ്ട്. ഒരു ചൂരൽ കൊണ്ട് കാലിട്ട് അടി കൊള്ളുമ്പോൾ കാല് പൊട്ടുകയാണെങ്കിൽ ചറമൊലിക്കുമ്പോഴുണ്ടാവുന്ന അസ്വസ്ഥതയ്ക്ക് പരിഹാരം കിട്ടാൻ അതിനടുത്തൊന്ന് പതുക്കിനെ ഒന്ന് തടയി കൊടുത്താൽ മതി. ദേഹം മുഴുവൻ വിണ്ട് കീറിയ അവസ്ഥയിൽ ചറമൊലിക്കുമ്പോൾ കയ്യിൽ വിലങ്ങുള്ളത് കൊണ്ട് ആ മനുഷ്യനൊന്ന് തടകാൻ പോലും പറ്റുന്നില്ല. മറിച്ച് ആ കൈ കൊണ്ട് ഫിലിപ്പിയർക്ക് ലെറ്റർ എഴുതുമ്പോൾ ആ ദൈവ മനുഷ്യൻ എഴുതി വെച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങൾ സന്തോഷിക്കുവിൻ. ദേഹം മുഴുവൻ വിണ്ട് കീറി ചറമൊലിക്കുന്ന അവസ്ഥയിലും സന്തോഷിക്കുവിനെന്ന് എഴുതുവാനായിട്ട് ആ അപ്പോസ്തലന് സാധിച്ചതിൻ്റെ കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ വസതിയെക്കുറിച്ചുള്ള ദർശനം നിനക്കുണ്ടോ? നിന്റെ വേദനകളിലേക്ക് നോക്കി, വേദനകളുടെ വലിപ്പത്തിലേക്ക് നോക്കി നിരാശപ്പെടാതെ പ്രത്യാശയോടെ വേദനയിൽ നിന്ന് ഉദ്ധാനം നൽകുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ നീ തയ്യാറാണോ? അവൻ വേദനയെ അതിജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ചില വ്യക്തികളുണ്ട്, സഹനം വന്നാൽ അപ്പോൾ തന്നെ അവരുടെ വിശ്വാസം ക്ഷയിക്കും. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ധ്യാനം വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത് എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളിനോ, ആപത്തിനോ, ആഴത്തിനോ, ഉയരത്തിനോ, വരുവാനുള്ളവയ്ക്കോ, സംഭവിച്ചു കഴിഞ്ഞവയ്ക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, ദൂതന്മാർക്കോ ഒന്നിനും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധിക്കില്ലെന്ന് ക്രിസ്തുവിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇപ്രകാരമുള്ള ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് തടവറയിലായിരുന്നപ്പോഴും പൗലോസ് അപ്പോസ്തലന് സന്തോഷിക്കുവാനായിട്ട് സാധിച്ചു. ഏതെങ്കിലും വേദനകൾ വരുമ്പോൾ തീരേണ്ടതല്ല നമ്മുടെ വിശ്വാസം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടേണ്ടതല്ല നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞു, 2 കൊറിന്തോസ് 4-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്താ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. എന്താ പൗലോസ് ലീഗ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വേദന വരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയും, ഓ ഞാൻ തകർന്നുപോയി എന്ന്, തകർന്നുപോയി എന്ന്. പൗലോസ് ലീഗ പറഞ്ഞത് എന്താ? ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ ഞെരുക്കം പൗലോസിനെ തകർത്തില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുകയാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. എന്താ വചനം പറഞ്ഞത്? ഈ സഹനാനുഭവങ്ങൾ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതിന് കാരണമായി മാറുന്നെന്ന്. യേശുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവൻ്റെ മരണം ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവ മനുഷ്യ, നീ മനസ്സിലാക്കിക്കോ, നീ ക്രിസ്തുവായി രൂപപ്പെടുകയാ, നീ ക്രിസ്തുവായി രൂപപ്പെടുകയാ. വേദന വേണ്ട എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് തുല്യമാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, 2-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്താ വചനം പറയുന്നത്? വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഇവിടെ നമ്മുടെ സഹനത്തിന്റെ ഉത്തരമുണ്ട്. എന്തിന് ഞാൻ സഹിക്കണം? പ്രിയപ്പെട്ട മകനെ, നിന്നെ ശുദ്ധീകരിക്കുവാൻ,
നിന്നെ ശുദ്ധീകരിക്കുവാൻ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ അവിടുന്ന് ശുദ്ധി ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വർഗീയ നന്മകൾ നിന്നിലൂടെ ചെയ്യാൻ ഒരു ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന വേദനകളാണ് സഹനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണമാണ് സംഭവിക്കുന്നത്. വേദനകളിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത് എന്താ? 1 പത്രോസ് 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വചനം പറയുന്നു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം. അതിൻ്റെ അർത്ഥം എന്താ? നീ അനുഭവിക്കുന്ന സഹനങ്ങൾ അല്പകാലത്തേക്കേ ഉള്ളൂ. ഒരു കാർമേഘം പോലും തലയ്ക്ക് മുകളിൽ സ്ഥിരമായി നിൽക്കാറില്ല. ഒരു കാർമേഘം പോലും തലയ്ക്ക് മുകളിൽ സ്ഥിരമായി നിൽക്കാറില്ല. ഒരു കാർമേഘം തലയ്ക്ക് മുകളിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? കാർമേഘമല്ല, ആ കാർമേഘത്തോടൊപ്പം നീ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വചനം പറയുന്നത് എന്താ? നിന്റെ വേദനകൾ, പാട്ടുകാരൻ പാടിയത് എന്താ? കണ്ണുനീരിന്ന് മാറുമോ, വേദനകൾ ഇന്ന് തീരുമോ? കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ കണ്ണുനീര് മാറുമോ, വേദനകൾ തീരുമോ എന്നും പറഞ്ഞ് പാട്ടുകാരൻ പാടുമ്പോൾ വചനം പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? വചനം പറയുന്നു, അല്പകാലത്തേക്ക് നീ അനുഭവിക്കുന്ന വേദനകൾ അല്പകാലത്തേക്കുള്ളതാണ്, അല്പകാലത്തേക്കുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അല്പകാലം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വേദനാജനകമാണെങ്കിലും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉദ്ധാനം ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അത് അല്പകാലത്തേക്കുള്ളതാ. വീണ്ടും പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ വാക്യം 18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. മരണത്തിൻ്റെ വക്രോളം എത്തിയ, മരണത്തിൻ്റെ വക്ക് വരെ എത്തിയ പൗലോസാ പറഞ്ഞത്, നിത്യ തേജസ്സിനോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താ? ഇതത്ര വലിയ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ വേദനകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാ. വേദനകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറിയ വേദനയാണെങ്കിലും അത് വലുതായിട്ട് തോന്നും. എന്നാൽ നാം ക്രിസ്തുവിലേക്ക് നോക്കുവാൻ തയ്യാറാണോ? വലിയ വേദന അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വേദന ഏറ്റവും ചെറിയ വേദനയായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് നോക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം അതിനെന്താ പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയാക്കി മാറ്റും. നിന്റെ ജീവിതത്തിലെ സഹനത്തെ, നിന്റെ ജീവിതത്തെ വേദനയെ, നിന്റെ ജീവിതത്തെ കഷ്ടപ്പാടിനെ നന്മയാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മൾ ജീവിതത്തിൽ കാലങ്ങൾ പോലും വായിക്കുന്നത് നാം ജീവിതത്തെ കാലങ്ങളോട് ഉപമിക്കാറുണ്ട്. ഒരുപാട് കാലങ്ങളെക്കുറിച്ച് നമ്മൾ പറയും. കുട്ടികൾ പറയും ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം, വസന്തകാലം, വേനൽക്കാലം, അവധിക്കാലം. സാധാരണ മനുഷ്യന് 2 കാലം മാത്രമേ ഉള്ളൂ. എന്താണ് ആ കാലം? ഏതാണ് ആ കാലം? സാധാരണക്കാർ പറയും, ഞങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ്, ഞങ്ങൾക്കിപ്പോൾ കഷ്ടകാലമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ എന്ത് കാലമാണുള്ളത്? നിങ്ങൾ ഏത് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കുതിരയ്ക്ക് കാറിനോളം വിലയുള്ള ഒരു കാലത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കുതിര തനിയെ വന്നു കയറി. നാട്ടുകാർ പറഞ്ഞു അവർക്കിപ്പോൾ നല്ല കാലമാണ്. ഒരു കുതിര തനിയെ വന്നു കയറിയിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വന്ന കുതിര വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. നാട്ടുകാർ പറഞ്ഞു അവർക്കിപ്പോൾ കഷ്ടകാലമാണെന്ന്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുതിര 10 കുതിരകളെ കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടുകാർ പറഞ്ഞു അവർക്കിപ്പോൾ നല്ല കാലമാണെന്ന്.
2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ കുതിരപ്പുറത്ത് കയറി കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് കാലൊടിഞ്ഞു. നാട്ടുകാർ പറഞ്ഞു അവർക്കിപ്പോൾ കഷ്ടകാലമാണെന്ന്. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നാട്ടിൽ യുദ്ധമുണ്ടായി. എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെല്ലാം മരണമടഞ്ഞു. കാലൊടിഞ്ഞതുകൊണ്ട് അവന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. നാട്ടുകാർ പറഞ്ഞു കാലൊടിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നീയും മരിച്ചു പോയേനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ഒരു കാലം മാത്രമേ ഉള്ളൂ. അത് നല്ല കാലമാണ്. സഹനത്തിൻ്റെ തീവ്രതയിലാണെങ്കിലും, ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിലാണെങ്കിലും, പീഡനങ്ങളുടെ മധ്യത്തിലാണെങ്കിലും, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ദൈവം നിനക്ക് എല്ലാം നന്മയാക്കി മാറ്റും. തീച്ചൂളയിലിരുന്ന 3 ചെറുപ്പക്കാർക്ക് ശക്തി പകരുവാൻ ദൂതനെ അയച്ച ദൈവം, സിമക്കുഴി കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കുവാൻ ഹബക്കുക്കിനെ അയച്ച ദൈവം, കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ രക്ഷിക്കുവാൻ ഒരു ദൂതനെ പറഞ്ഞയച്ച ദൈവം, നിന്റെ സഹനത്തിൽ അവൻ ഒരു ദൂതനെ അയക്കും. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളിൽ കർത്താവിൻ്റെ കൃപ കടന്നു വരുവാനായിട്ട് വേദനകളെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. വേദനകളെ പ്രതി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ സാധിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ പിന്നിൽ പോലും രക്ഷയുണ്ടെന്നുള്ള സ്വർഗീയ രഹസ്യം വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, സഹനശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.